ജാസ് ഫോട്ടോഗ്രാഫിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയർ ഫ്രയറിൻ്റെ ഹെൽപ്പോടെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് കാണിക്കുന്നത്. ഓയിലും നട്ട്സും കുറച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള റൈസാണ് ഉണ്ടാക്കുന്നത്. അരി വേകുമ്പോഴേക്കും സവോള എയർ ഫ്രയറിൽ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിൽ 1 ടീസ്പൂൺ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഹാവൽസിൻ്റെ എയർ ഫ്രയറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 200-ൽ 3 മിനിറ്റ് സെറ്റ് ചെയ്യുക. വേറെ കമ്പനിയുടെ ആണെങ്കിൽ സെറ്റ് ചെയ്യുന്നതിന് ചെറിയ വ്യത്യാസം കാണും. വെള്ളമെല്ലാം വലിഞ്ഞ് സവാള ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി 150 ഡിഗ്രി സെറ്റ് ചെയ്ത് 5 മിനിറ്റ് വെക്കുക. മൂഡ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ 200 ആകും. ഒന്നും കൂടി പ്രസ് ചെയ്താൽ 150 ഡിഗ്രി. അഞ്ച് മിനിറ്റ്. വീണ്ടും എടുത്ത് ഇളക്കിയിട്ട് 150-ൽ 1 മിനിറ്റും കൂടി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടൈം ഒന്നിച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ പാടില്ല. ഇടയ്ക്ക് എടുത്ത് ഇളക്കി വെക്കണം, അല്ലെങ്കിൽ സൈഡെല്ലാം കരിഞ്ഞു പോകും. തിളച്ച അരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കി വെക്കുക. അപ്പോൾ ചോറിലെല്ലാം നന്നായിട്ട് ഉപ്പ് പിടിച്ചിരിക്കും. എയർ ഫ്രയറിനകത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആയതുകൊണ്ട് നെയ്ക്കകത്തേക്ക് ജസ്റ്റ് ഒന്നിട്ട് ഇളക്കിയാൽ മതി. ഇങ്ങനെ എടുക്കുന്ന സവോളയ്ക്ക് നല്ല ടേസ്റ്റുമാണ്. എണ്ണയിലേക്ക് 2-3 കഷ്ണം പട്ടയും കൂടി ഇട്ടതിന് ശേഷം വെജിറ്റബിൾസ് ഓരോന്നായി ഇടുക. റൈസിനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെജിറ്റബിൾസിനകത്ത് 1/4 സ്പൂൺ ഉപ്പും കൂടി ചേർക്കണം, അത് മറക്കരുത്. മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. വേറെ ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ആഡ് ചെയ്യുന്നില്ല. വെജിറ്റബിൾസ് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്, അത്രയും മതി. ദം ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ട് കുക്കായിക്കോളും. ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് സാവധാനം കുറേശ്ശെ ഇട്ട് ഇളക്കി യോജിപ്പിക്കണം. ഒന്നിച്ചിട്ട് ഇളക്കി യോജിപ്പിക്കരുത്, കുഴഞ്ഞു പോകും. ഒരു സ്പൂൺ വനില എസൻസും കൂടി ഫ്ലേവറിന് വേണ്ടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്നും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും സവോളയും ഇതുപോലെ മുകളിൽ തൂകി ഡെക്കറേറ്റ് ചെയ്യുക. അതിനുശേഷം 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ ഇത് ദം ചെയ്യാൻ വെക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ജയ് ഹിന്ദ്.